പ്രൈസ് ദി ലോർഡ്. ഏവർക്കും വീണ്ടും വരുന്നതിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഈ 5-ാമത്തെ മാസം ദൈവം നമ്മൾക്ക് വളരെ അനുഗ്രഹമായി തന്നിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവായിരുന്ന സ്ഥാനങ്ങളിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി നമ്മളെ നടത്തിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. എല്ലാ തരത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ഈ മാസത്തെ അനുഗ്രഹത്തിനായി ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചനമാണ് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. ദൈവം നോഹയെ അവനോട് കൂടെ പെട്ടത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെ ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. എന്താ നമ്മൾ വായിക്കുന്നത്? ദൈവം നോഹയും കുടുംബത്തെ അവനോട് ചേർന്ന് പെട്ടകത്തിലുണ്ടായിരുന്ന സകല ജീവികളെ ഓർത്ത് ദൈവം ഭൂമിമേലൊരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. അപ്പം നമ്മൾ ഈ കാറ്റാണ് അവിടെ മെയിനായിട്ട് ദൈവം ഓർത്തപ്പോൾ ദൈവം ചെയ്യുന്നത് ആ ഒരു പ്രവൃത്തിയാണ്. കാറ്റടിപ്പിച്ചിട്ട് വെള്ളത്തെ സ്റ്റോപ്പ് ചെയ്യിച്ചു. അപ്പം ഈ ബൈബിളിൽ പലയിടങ്ങളിൽ വേറെടുത്തും നമ്മൾ വായിക്കുന്നത്, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് 14:21 രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അതെപ്പോഴാണ്? ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മറുകര എത്താനായിട്ട് ദൈവം ചെയ്തതാ. ഒരു കിഴക്കൻ കാറ്റ് രാത്രി മുഴുവൻ അടിച്ച് ഇത്ര വലിയൊരു ചെങ്കടലിനെ ദൈവം ഉണങ്ങി നിലമാക്കി ജനത്തെ അടുത്ത കര എത്താനായിട്ട് ദൈവം സഹായിച്ചു. ചിലയിടത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിൻഡ് ഓഫ് ഡിസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ചിലർ വായിക്കുന്നുണ്ട്. 2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, ലോക്കസ്റ്റിന് പ്ലേഗുള്ള സമയത്ത് അവിടെ കാറ്റടിപ്പിച്ച അവിടെ ലോക്കസ്റ്റ് വെട്ടുക്കിളി വരുന്നുണ്ട്. അതേപോലെ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നത് പൗലോസ് അപ്പോസ്തലനെ റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഈശാന മൂലം കൊടുങ്കാറ്റ് അടിച്ച അവിടെ വന്ന് ആ കപ്പലിനെ തകർത്ത് അവരവിടെ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടായി. അങ്ങനെ പൗലോസിനെ എല്ലാം പിന്നെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ കാറ്റ് പല തരങ്ങളിൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഈ ഒരു കാറ്റ് വായിച്ചത് എവിടാ? നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാറ്റ് വായിക്കുന്നത് എങ്ങനെയാ? കാറ്റ് അവിടെ വന്നിട്ട് 120 പേർ കൂടിയിരുന്ന സ്ഥലത്ത് ഒരു കൊടിയ കാറ്റടിച്ച അവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ, അഗ്നി പോലെ പിളർന്ന നാവ് കടന്നു വന്ന അഭിഷേകത്തെ ജനത്തിന് അന്യഭാഷയോട് ദൈവം കൊടുക്കുന്നത്. അപ്പൊ ഈ പലതരത്തിലുള്ള കാറ്റുകളെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അല്ലേ? ആനാ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ നോഹയെ രക്ഷിക്കാനായിട്ട് നോഹയോട് ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഈ പെട്ടകത്തിനകത്താക്കി ഈ 2 മൃഗങ്ങളെ, ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളെ, ജീവികളെ എല്ലാം ഈ പെട്ടകത്തിനകത്ത് കയറ്റി 150 ദിവസം മഴ പെയ്യിച്ച് അങ്ങനെ ഈ ജനത്തിന്റെ അതിക്രമങ്ങൾ, പാപങ്ങൾ പെരുകിയപ്പെടാതെ ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇതിങ്ങനെ വെള്ളം പൊങ്ങി പെട്ടകം ഉയർന്ന സ്ഥലത്തിലേക്ക് 150 ദിവസം മഴ പെയ്യിച്ച് കഴിഞ്ഞിട്ട് ദൈവം അവരെ ഓർത്തു. നമ്മൾ സങ്കീർത്തനം 115 വായിക്കുന്നത് യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. അപ്പം യഹോവ ഓർത്ത് ദൈവം ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. അതുപോലെ ഇവിടെ ദൈവം നമ്മളെ ഓർക്കുന്ന ദിവസങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ ഈ നോഹയും അവനോട് കൂടെ ഉണ്ടായിരുന്ന ജീവികളെയും കുടുംബത്തെ എല്ലാം ദൈവം ഓർത്തത് എന്ത് ചെയ്തു? അവിടെ ഒരു കാറ്റിനെ ഭൂമിമേൽ അടിപ്പിച്ചു. അപ്പൊ കാറ്റ് ഭൂമിമേൽ അടിച്ചപ്പോ എന്തോ ചെയ്തിരിക്കുന്നത്? ഈ പെട്ടകം അവിടെ നിന്നു. ഭൂമിമേൽ അടിച്ചപ്പോഴത്തേക്ക് പെട്ടകം അവിടെ നിന്നു. 150 ദിവസം മഴ പെയ്തത് സ്റ്റോപ്പായി. പെട്ടകം അവിടെ നിന്നിട്ട് വെള്ളം പതുക്കെ ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ഈ കാറ്റടിച്ച സമയത്ത് ഈ പല കാര്യങ്ങൾ അവിടെ നടന്നു. ഒന്നെന്താ? വെള്ളം നിന്നു. ആഴിയുടെ ഉറവുകളും ആഴിയുടെ ഉറവ് നിന്നു. ആകാശത്തിന്റെ കിടുവാതിൽ അടഞ്ഞു. അതുപോലെ ഈ മഴ നിന്നു. വെള്ളം ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വന്ന് രക്ഷിക്കപ്പെട്ടു, നമ്മൾ ആ പെട്ടകത്തിനുള്ളിൽ ഉണ്ട്.
പക്ഷേ നമ്മുടെ ജീവിതത്തിന് ചുറ്റും പല 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 പ്രശ്നങ്ങളുമായിട്ട് നമ്മളിങ്ങനെ ഒരു തരത്തിലും നമുക്ക് അതിൽ നിന്നൊരു വിടുതലില്ലാതെ നമ്മൾ നിൽക്കുക അല്ലേ. അങ്ങനെ ഇരുന്ന് നമ്മൾ ആ പ്രശ്നങ്ങളിനകത്ത് നിന്ന് ഭാരപ്പെടുമ്പോൾ ദൈവം നമ്മളെ മാസം ഓർക്കും. ഓക്കെ, ദൈവം നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ഓർത്ത് ദൈവത്തിൻ്റെ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ ഓർക്കുന്ന സമയത്ത് ആ മഴ നിൽക്കും. ആ ആഴിയുടെ ഉറവുകളെല്ലാം അടഞ്ഞ് സ്വർഗത്തിലെ കിളിവാതിൽ അടഞ്ഞ് എല്ലാ തരത്തിലും നമ്മൾക്ക് ആ ഒരു ഉറയ്ക്കാൻ, നമുക്ക് ഒരിടത്ത് റെസ്റ്റ് ചെയ്യാൻ മൗണ്ട് അരാറാത്തില് ആ പെട്ടകം വന്ന് അങ്ങനെ ഉറയ്ക്കുമായിരുന്നു. ഇത്രയും ദിവസത്തെ മഴ പെയ്ത് കാറ്റടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അവിടെ സംഭവിച്ചു. മഴ നിന്നു, വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്നു. ഭൂമിയില് ആഴിയിലുണ്ടായിരുന്ന ഉറവുകളെല്ലാം അടഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് വാതിലും അടഞ്ഞ് ഈ വെള്ളമെല്ലാം സ്റ്റോപ്പായിട്ട് അരാറാത്ത് പർവ്വതത്തിൽ ഈ പെട്ടകം ഉറച്ചു. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇന്നും ഉറയ്ക്കാൻ കഴിയാതെ പലതരത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ കൊണ്ട് ആടി ഉറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ എന്താ? ചിലപ്പോൾ രോഗം വരാം. ചില സമയത്ത് നമ്മൾക്ക് പലതരത്തിൽ കഷ്ടങ്ങൾ, പ്രോബ്ലംസ് പലത് വരും. അങ്ങനെ വീട്ടിനകത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ വെളിയിൽ നിന്ന് റിലേഷൻസിൽ നിന്ന് പലതരത്തിൽ നമ്മൾക്ക് കടഭാരമായിരിക്കാം. ഞെരുക്കങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മൾ ഒരിടത്തും നമ്മൾക്ക് ഉറയ്ക്കാൻ കഴിയാതെ രോഗമാണോ, നമുക്ക് ഒരു തരത്തിലൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. നമ്മൾക്ക് പലതരത്തിൽ പിശാച് കൊണ്ടുവരുന്ന എല്ലാം ഞെരുക്കിയെ കൊണ്ടുവരുന്ന അവസ്ഥകളായിരിക്കാം. ഇതെല്ലാത്തിൻ്റെ നടുവിൽ നമ്മൾ ഈ പെട്ടകത്തിനകത്ത് യേശു നമ്മളെ ഒരു പെട്ടകത്തിനകത്താക്കിയിരിക്കുക. ഇന്ന് ദൈവം നമ്മളെ ഓർക്കും. ഈ മാസം ദൈവം നമ്മളെ ഓർത്ത് ഈ രോഗങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകും. രോഗങ്ങൾ ഇറങ്ങിപ്പോകും, നമ്മുടെ കഷ്ടതകൾ ഇറങ്ങിപ്പോകും, നമ്മുടെ നിന്ദകൾ ഇറങ്ങിപ്പോകും, നമ്മളുടെ ദാരിദ്ര്യങ്ങളെല്ലാം ഇറങ്ങിപ്പോകും, നമ്മൾ അനുഭവിക്കുന്ന പീഡകൾ, എല്ലാ തരത്തിലും പണനഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, എല്ലാ തരത്തിലും നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസും നമ്മളിൽ നിന്ന് ഈ മാസം ഇറങ്ങിപ്പോയി ദൈവം നമ്മളെ ഉറയ്ക്കാനായിട്ട് സഹായിക്കും. ആ മൗണ്ട് അരാറാത്ത് പർവ്വതത്തില് ദൈവം നമ്മളെ ഉറയ്ക്കാനായിട്ട് ദൈവം നമ്മൾക്ക് കൃപ ചെയ്യും. ആ ദൈവം എത്ര വിശ്വസ്തനാണ്. ഇപ്പൊ നമ്മൾ വന്ന രോഗത്താലെ ഭാരപ്പെടുക, നമ്മളെ ദൈവമേ എന്താ ഇങ്ങനെ ഒരു അവസ്ഥ, എനിക്ക് ഒരു തരത്തിൽ ഇതിലൊരു വിടുതലില്ലെന്ന് പറഞ്ഞ് നമ്മൾ കടന്ന് ഇങ്ങനെ ഭാരപ്പെട്ട മനസ്സ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ്, അതുപോലെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ഒരു തരത്തിലും ഒരു സ്വസ്ഥതയില്ല, പീസ് ഓഫ് മൈൻഡ് ഇല്ലാതെ നമ്മൾ വന്ന് സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. അതേപോലെ പലതരത്തിൽ വേറെ സിക്നസ് വീട്ടിൽ കയറിയാൽ തന്നെ എല്ലാ തരത്തിലെയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവും, വീട്ടിനകത്തെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. അതേപോലെ നമ്മൾ മുമ്പോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന പല പല കാര്യങ്ങൾക്കും അവിടെ വന്ന് ചില ഫുൾ സ്റ്റോപ്പുകളെ പിശാചിക്കൊണ്ടുവരും. പക്ഷേ ദൈവം നമ്മളോട് പറയുന്നത് എന്താ? ദൈവം ഭൂമിമേലെന്ന് അടുപ്പിച്ച കാറ്റുപോലെ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചെറിയ കാറ്റ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ അടിക്കുക. ദൈവം നമ്മളെ ഓർക്കുമ്പോൾ ആ കാറ്റ് നമ്മളെ അടുപ്പിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ കടന്നു വന്നിട്ട് എല്ലാ കഷ്ടങ്ങളും, എല്ലാ നിരാശകളും, എല്ലാ ഭാരങ്ങളും, മറ്റുള്ളവരാൽ ഉണ്ടായിരിക്കുന്ന ചതികൾ എല്ലാം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകും, എല്ലാം ഇറങ്ങിപ്പോകും. അതിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മളെ ദൈവം സേഫായിട്ട് ഒരു അരാറാത്ത് പർവ്വതത്തിൽ കുറയ്ക്കാൻ ദൈവം നമ്മൾക്ക് കൃപ ചെയ്യും. ആ ദൈവം നല്ലവനാണ്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവത്തിന്റെ ശാശ്വത ഭുജങ്ങളിനാല് താങ്ങുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്. ദൈവം നമ്മളെ ഓർക്കും. ദൈവം നമ്മളെ ഓർത്ത് ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും. ദൈവം ഓർത്താല് ദൈവം ഇതുപോലുള്ള ആ ഒരു വിടുതൽ, എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നീങ്ങിപ്പോയിട്ട് ഒരു സ്വസ്ഥതയുള്ള, ഒരു സമാധാനമുള്ള, ദൈവത്തോട് ചേർന്ന് വസിക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യത്തോടെ നമ്മൾ ഒരിടത്ത് കുറയ്ക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഈ മാസം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്യം പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, പരിശുദ്ധ പിതാവ്, ഈ കർത്താവെ, ഈ മാസം ദൈവത്തിന്റെ പാദപീഠത്തിൽ അടുത്ത് വരുന്നു കർത്താവെ.
കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം ഞങ്ങളെ അതിശയമായി നടത്തി. ഈ പുതിയ മാസം ദൈവം തന്നിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. കർത്താവ് ജനത്തെ ഓർക്കണമേ കർത്താവേ. ഒരു പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭവനങ്ങളിൽ ഇറങ്ങി വരട്ടെ, ജീവിതങ്ങളിൽ മേൽ ഇറങ്ങി വരട്ടെ. ഒരു സ്വസ്ഥതയുടെ ഒരു കാറ്റ് ഹല്ലേലൂയ ജനത്തിന്മേലുണ്ടാകട്ടെ. പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ എല്ലാം കർത്താവേ ഹല്ലേലൂയ, രോഗങ്ങൾ, അവമാനങ്ങൾ, നിന്ദകൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ എല്ലാം ഇറങ്ങിപ്പോകുന്ന ഒരു മാസമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കടന്നു വരുന്നു കർത്താവേ ഹല്ലേലൂയ. ജനത്തിന്മേൽ ഒരു വിട്ടുതന്നെ ദൈവം അയച്ച് അവരെ മാനിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവമേ, നിന്നെ ആരാധിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് പരിപൂർണ്ണ വിടുതൽ സൗഖ്യവും ദൈവം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തോട് ജനം അടുത്തിരുപ്പാൻ കർത്താവ് കൃപ ചെയ്യും. വലിയ കാര്യങ്ങളാൽ നിറയ്ക്കണം. ആത്മീയമായി ഉയരത്തിലുള്ള ജ്ഞാനത്തിന് വേണ്ടി ദൈവസന്നിധിയിലായിരിക്കാം കർത്താവ് ജനത്തിന് കൃപ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മീയവും ഭൗമികമായ സകല നന്മകളാലും കർത്താവ് ജനത്തെ അനുഗ്രഹിച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നോട് ചേർന്ന് വസിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമെന്ന് പ്രാർത്ഥി. എല്ലാ ഭവനങ്ങളിലും ഒരു ദൈവീക സാന്നിധ്യം, ഒരു ദൈവീക സമാധാനം ഇറങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ എല്ലാ ക്രിയകളുടെ മേൽ ദൈവം ജയത്തെ കൊടുത്ത് അനുഗ്രഹിക്കും. അവിടുത്തെ നാമം മാത്രം മഹിമപ്പെടട്ടെ. യേശു മുലയാചിക്കുന്നു. കേട്ടുത്തരം നല്ല മറാമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.